ഹലോ, ദിസ് ഇസ് മാഗ്നജോറസ് ലോ ഓഫ് ഡോട്ട് സീരീസ് പാർട്ട് 2. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ട് ലോയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ലീഗൽ മാക്സിംസ് ആണ്. ലീഗൽ മാക്സിംസ് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ടോട്ട് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്ലിയർ ആവും. അപ്പോൾ ലെറ്റ്സ് ലേൺ ഇറ്റ് ഇൻ ദ ഈസി വേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലീഗൽ മാക്സിം എന്ന് പറയുന്നത് ഉബി ജസ് ഇബി റെമഡി ആണ്. എന്താണെന്ന് വെച്ചാൽ ഉബി ജസ് ഇബി റെമഡിയം. നോട്ട് ചെയ്യുക, ഉബി ജസ് ഇബി റെമഡിയം. അതിൻ്റെ ലാറ്റിൻ മീനിങ് എന്താണെന്ന് വെച്ചാൽ വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. എവിടെ ഒരു റൈറ്റ് ഉണ്ടോ അവിടെ നമുക്കൊരു റെമഡിയും ഉണ്ടാവും. എന്താ മീനിങ് എന്ന് വെച്ചാൽ ഇഫ് യുവർ ലീഗൽ റൈറ്റ് ഇസ് വയലേറ്റഡ്, നമ്മുടെ ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോർട്ട് വിൽ ഓഫർ യു സം ഫോം ഓഫ് ലീഗൽ റെമഡി. കോർട്ട് നമുക്ക് ഏത് തരത്തിലാണെങ്കിലും ഒരു ലീഗൽ റെമഡി ഓഫർ ചെയ്യും. നമ്മുടെ ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോർട്ട് നമുക്ക് ഒരു ലീഗൽ റെമഡി പ്രൊവൈഡ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് കോമ്പൻസേഷൻ ഓർ ഇൻജങ്ഷൻ. അതായത് നമ്മൾ കണ്ടു ടോട്ടൽ പണിഷ്മെൻ്റ് ഇല്ല, നമുക്ക് ജയിലോ ഫൈനോ ഒന്നുമില്ല. ടോട്ടൽ എന്താണ്, കോമ്പൻസേഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഇൻജങ്ഷൻ വഴി നമുക്കൊരു ലീഗൽ റെമഡി കോർട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ചെയ്യും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ റോങ്ഫുള്ളി നമ്മളെ പബ്ലിക് പാർക്കിലേക്ക് എൻ്റർ ചെയ്യണത് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. പബ്ലിക് പാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പോലീസ് ഓഫീസർ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അതായത് റോങ്ഫുള്ളിയാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടെ നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. റൈറ്റ് ടു മൂവ്മെൻറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് അവിടേക്ക് പോകാനുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു കാരണവും ഇല്ലാണ്ടാണ് ആ പോലീസ് ഓഫീസർ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തത്. അപ്പോൾ റൈറ്റ് ടു മൂവ്മെൻറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഇഞ്ചുറി ഇല്ല, ഫിസിക്കൽ ഡാമേജോ ഫിസിക്കലി ഒന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് പോലീസ് ഓഫീസർ നമ്മളെ തടഞ്ഞു, അവിടേക്ക് റെസ്ട്രിക്റ്റഡ് ആണ് എൻട്രി എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു. അവിടെ നമുക്ക് ഫിസിക്കൽ ഇഞ്ചുറി ഇല്ല, പക്ഷേ നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് അവിടെ ലീഗൽ റെമഡി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സെക്കൻഡ് ലീഗൽ മാക്സിം എന്ന് പറയുകയാണെങ്കിൽ ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലീഗൽ മാക്സിമാണ്, ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇതിൻ്റെ ലാറ്റിൻ മീനിങ് ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ആക്ച്വൽ ഡാമേജ്. അതായത് ലീഗലി ആണ് നമുക്ക് ഇഞ്ചുറി പറ്റിയത്, പക്ഷേ നമുക്ക് ആക്ച്വൽ ആയിട്ട് ഡാമേജസ് ഒന്നുമില്ല. ഫിസിക്കൽ ഓർ ഫൈനാൻഷ്യൽ ലോസ് നമുക്കവിടെ ഇല്ല. ഫിസിക്കൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലോസ് നമുക്കവിടെ ഇല്ല. പക്ഷേ നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്കവിടെ കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ മാക്സിം കേസസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട കേസസ് ഈ മാക്സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ദ പേഴ്സൺ ഹാസ് നോട്ട് ഫേസ്ഡ് എനി ഫിസിക്കൽ ഓർ ഫൈനാൻഷ്യൽ ലോസ്. അതായത് ഫൈനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫിസിക്കൽ ലോസ് ഉള്ള ആൾക്കാർക്കല്ല ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ മാക്സിം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇഞ്ചൂറിയ സൈൻ ഡാംനം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ബട്ട് പോളിംഗ് ഓഫീസർ നമ്മളെ വോട്ട് ചെയ്യണത് തടയുകയാണ്. നമ്മൾ വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോളിംഗ് ഓഫീസർ തടയുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ യൂഷ്വലി നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈവൻ ദോ നമുക്ക് ഫൈനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജ് ഇല്ലെങ്കിലും നമ്മുടെ ഒരു റൈറ്റ്, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടാണ്. അപ്പോൾ നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ വരുന്ന കേസിലോ എന്താണെന്ന് പറഞ്ഞാൽ ആഷ്ബി വേഴ്സസ് വൈറ്റ് 1703 ആണ്. ആഷ്ബി വേഴ്സസ് വൈറ്റ് 1703 അതാണ് നമ്മുടെ ഇഞ്ചൂറിയ സൈൻ ഡാംനം എന്നുള്ള ലീഗൽ മാക്സിമം കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. തേർഡ് മാക്സിം എന്താണെന്ന് പറഞ്ഞാൽ തേർഡ് ലീഗൽ മാക്സിം ഡാംനം സൈൻ ഇഞ്ചൂറിയ. നേരത്തെ കണ്ടത് ഇഞ്ചൂറിയ സൈൻ ഡാംനമാണ്, പക്ഷേ തേർഡിൽ വരുന്നത് ഡാംനം സൈൻ ഇഞ്ചൂറിയ ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് ഡാംനം സൈൻ ഇഞ്ചൂറിയ, അത് ഇഞ്ചൂറിയ സൈൻ ഡാംനമാണ്. ഇതിൻ്റെ ലാറ്റിൻ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. അവിടെ ലീഗൽ ഇഞ്ചുറി ആണ് പറ്റിയേക്കുന്നത്, പക്ഷേ ആക്ച്വൽ ഡാമേജ് ഇല്ല. നമ്മുടെ ഇഞ്ചൂറിയ സൈൻ ഡാംനത്തിൽ ലീഗൽ ഇഞ്ചുറിയാണ്, ആക്ച്വൽ ഡാമേജ് ഇല്ല. പക്ഷേ ഡാംനം സൈൻ ഇഞ്ചൂറിയയിൽ ആക്ച്വൽ ഡാമേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഡാംനം സൈൻ ഇഞ്ചൂറിയ പറയണത് ആക്ച്വൽ ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ലീഗൽ ഇഞ്ചുറി ഇല്ല നമുക്ക്, പക്ഷേ ഡാമേജ് ആണ് പറ്റിയേക്കുന്നത്. ലോസ് ഉണ്ടെങ്കിലും നമുക്കവിടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ആണ് ലോസ് വന്നതെന്ന് വിചാരിക്കുക, പക്ഷെ അവിടെ നമ്മുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് റെമഡി കിട്ടില്ല. അതാണ് ഈ ഒരു മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇഫ് സമ്മൺ സഫേഴ്സ് എ ലോസ് ബട്ട് നോട്ട് ലീഗൽ റൈറ്റ് ഈസ് വയലേറ്റഡ്.
അതായത് നമുക്കൊരു നഷ്ടം പറ്റി, പക്ഷെ നമ്മുടെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ്, ദർ ഇസ് നോ കോമ്പൻസേഷൻ. നമുക്ക് അവിടെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇഫ് സമൺ സഫേഴ്സ് എ ലോസ് ബട്ട് ദർ ഇസ് നോ ലീഗൽ റൈറ്റ് ഇസ് വയലേറ്റഡ്, അപ്പോൾ നമുക്ക് അവിടെ കോമ്പൻസേഷൻ കിട്ടില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ 3 ലീഗൽ മാക്സിംസ്. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ഉബി ജസ് ഇബി റെമഡിയം, where there is a right there is a remedy. പിന്നെ ഇഞ്ചൂറിയ സൈൻ ഡാംനം, ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ആക്ച്വൽ ഡാമേജ്. പിന്നെ എന്താ, ഡാംനം സൈൻ ഇഞ്ചൂറിയ, ആക്ച്വൽ ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഇതാണ് ടോട്ടൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലീഗൽ മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മാക്സിംസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ട് കേസസ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ 3 ലീഗൽ മാക്സിംസും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫേമസ് ടോട്ട് ലോ കേസസ് ആണ്. അതായത് നമ്മുടെ ടോട്ട് ലോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് കേസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഈ കേസസ് ഒക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ടോട്ടിനുള്ള കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഈസിയസ്റ്റ് വേയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഫസ്റ്റ് കേസ് ലോയിലേക്ക് നോക്കാം. ഫസ്റ്റ് കേസ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടു, ഇഞ്ചൂറിയ സൈൻ ഡാംനം എന്ന് പറഞ്ഞാൽ ലീഗൽ മാക്സിമം നോക്കുമ്പോൾ നമ്മൾ കണ്ടു ഒരു കേസ് ലോ, അതായത് ആഷ്ബി വേഴ്സസ് വൈറ്റ് 1703. ഈ 1703 എന്ന് പറയുന്നത് ആ കേസിൻ്റെ ഇയർ ആണ്. കേസ് നെയിം ആഷ്ബി വേഴ്സസ് വൈറ്റ് ആണ്. അപ്പോൾ എന്താ ആഷ്ബി വേഴ്സസ് വൈറ്റിൽ എന്താണ് പറയണതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കേസിലെ ഫാക്റ്റ്, ഇഷ്യൂ, ഡിസിഷൻ അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഈ കേസിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയിൻറ്റിഫിനെ ഒരു ഓഫീസർ വോട്ട് ചെയ്യാനുള്ള റൈറ്റിൽ നിന്ന് തടയാണ്, റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്ലെയിൻറ്റിഫിനെ വോട്ട് ചെയ്യാനായിട്ട് പ്ലെയിൻറ്റിഫിനെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഓഫീസർ പറഞ്ഞിട്ട് പ്ലെയിൻറ്റിഫിനെ തടഞ്ഞു. അവിടെ എന്താണ്, അവിടെ ഒരു ഫിസിക്കൽ ഇഞ്ചുറിയോ ഫിസിക്കൽ ഹാമോ ഒന്നുമില്ല, ജസ്റ്റ് ആളുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഫിസിക്കൽ ഇഞ്ചുറിയോ ഹാമോ ഡാമേജോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ എന്താണ്, ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, സോ കോമ്പൻസേഷൻ കിട്ടും. അയാളുടെ വോട്ട് ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, അപ്പോൾ അവിടെ കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഇതിലെ പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ കണ്ട ലീഗൽ മാക്സിമാണ്. എന്താണ്, ഇഞ്ചൂറിയ സൈൻ ഡാംനം, ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ആക്ച്വൽ ഡാമേജ്. ഇഞ്ചൂറിയ സൈൻ ഡാംനം, ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ആക്ച്വൽ ഡാമേജ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കേസ് ലോ, ആഷ്ബി വേഴ്സസ് വൈറ്റ്. അതിലെ പ്രിൻസിപ്പിൾ വരുന്നത് ഇഞ്ചൂറിയ സൈൻ ഡാംനം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഈസിയസ് ആയിട്ടുള്ള കേസ് ലോ ആണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചൂറിയ സൈൻ ഡാംനം കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ നമ്മുടെ നെക്സ്റ്റ് കേസ് ലോ എന്ന് പറയുന്നത് ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ ആണ്. ഈ കേസ് ലോ നമുക്ക് ടോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കേസ് ലോ ആണ് ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ 1932. അപ്പോൾ നമുക്ക് ഈ കേസ് ലോയിലെ എന്താണ് ഫാക്ട്സ് എന്ന് നോക്കാം. ജിഞ്ചർ ബിയർ ബോട്ടിലിൽ സ്നെയിലിനെ കണ്ടതാണ് ഈ കേസിൻ്റെ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഡൊണോഗ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഒരു ജിഞ്ചർ ബിയർ ബോട്ടിൽ വാങ്ങിച്ചു. അതിൽ ആൾ കുടിച്ച് ഫിനിഷ് ആവുന്ന ടൈമിൽ ഡീകമ്പോസ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഒരു സ്നെയിലിൻ്റെ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആ ബിയർ ബോട്ടിലിൻ്റെ ഏറ്റവും താഴെ കണ്ടു. അതുകൊണ്ട് തന്നെ ഡൊണോഗിന് വയ്യാതെയായി. അത് കുടിച്ചതുകൊണ്ട് ഡൊണോഗിന് വയ്യാണ്ടായി. സ്നെയിലിൻ്റെ ഡീകമ്പോസ്ഡ് പാർട്ടിക്കിൾസ് ആണല്ലോ, അപ്പോൾ അത് കുടിച്ചിട്ട് ഡൊണോഗ് ഇല്ലായി. അപ്പോൾ അതിൽ കോൺട്രാക്റ്റ് ഇല്ല, എന്നാലും അതിൻ്റെ മാനുഫാക്ചർ ഡ്യൂട്ടി ഓഫ് കെയർ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ എന്താണ്, കോൺട്രാക്റ്റ് ഇല്ലെങ്കിലും മാനുഫാക്ചർ ഡ്യൂട്ടി ഓഫ് കെയർ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ, മാനുഫാക്ചർ ഈസ് ലയബിൾ. അത് മാനുഫാക്ചർ ചെയ്ത ആൾക്കാരാണ് അവർക്കാണ് അതിൻ്റെ ലയബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഡ്യൂട്ടി ഓഫ് കെയർ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ നെയ്ബർ പ്രിൻസിപ്പൽ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ 1932 എന്താണ്, ജിഞ്ചർ ബോട്ടിൽ കേസാണ്. ജിഞ്ചർ ബോട്ടിലിൽ സ്നെയിലിൻ്റെ ഡീകമ്പോസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടായി. അത് അങ്ങനെ നമ്മുടെ പ്ലെയിൻറ്റിഫിന് ഇൽനെസ് വന്നു. അപ്പോൾ എന്താണ്, ഡ്യൂട്ടി ഓഫ് കെയർ അവിടെ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഡിസിഷൻ എന്താണ്, അതിൻ്റെ മാനുഫാക്ചർ ഈസ് ലയബിൾ ആണ്. അപ്പോൾ നമുക്ക് ലീഗൽ റെമഡി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ തേർഡ് കേസ് നോക്കാം. തേർഡ് കേസ് എന്താണെന്ന് വെച്ചാൽ റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചർ 1868 ആണ്. തേർഡ് കേസ് റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചർ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് നമ്മുടെ ടോട്ട് ലോയിൽ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കേസ് ലോ ആണിത്. റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചർ ഇമ്പോർട്ടൻറ്റ് കേസ് ലോ ആണ്. റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചറിലെ ഫാക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിഫൻഡൻറ്റിന്, അതായത് എതിർ കക്ഷിക്ക് ഒരു റിസർവോയർ ഉണ്ടായിരുന്നു. റിസർവോയർ ലീക്ക് ചെയ്തിട്ട് നമ്മളെ പ്ലെയിൻറ്റിഫിന് തൊട്ടടുത്ത് തന്നെ ഒരു മൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ റിസർവോയർ ലീക്കായിട്ട് നെയ്ബറിൻ്റെ
മൈൻഡ് ഫ്ലഡഡ് ആയി. അപ്പോൾ എന്താണ് അവിടെ പ്ലെയിൻറ്റിഫിന് ഹ്യൂജ് ലോസാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമുക്ക് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരിക. സ്ട്രിക്റ്റ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്തു. അതായത് നമ്മൾ കംപ്ലീറ്റ്, അതായത് ഡിഫെൻഡൻറ്റ് കംപ്ലീറ്റ്ലി ലയബിളാണ്. എന്തായത് റിസർവോയർ ലീക്ക് ആവാനുള്ള കംപ്ലീറ്റ് ലയബിലിറ്റി ഡിഫെൻഡൻറ്റിനാണ്, എതിർകക്ഷിക്കാണ്. അതായത് നെയ്ബറിൻ്റെ മൈൻഡ് ഫ്ലഡ് ആയല്ലോ, അതിന് റീസൺ ഈ ഡിഫെൻഡൻറ്റിൻ്റെ ഡ്യൂട്ടി ഓഫ് കെയറിൻ്റെ നെഗ്ലിജൻസ് ആണ്. അപ്പോൾ അവിടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈവൻ കംപ്ലീറ്റ് നെഗ്ലിജൻസ് ഇല്ലെങ്കിലും അത് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഡിഫെൻഡൻ്റാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചർ എന്താണെന്ന് പറഞ്ഞാൽ റിസർവോയർ ലീക്ക് ചെയ്തിട്ട് നെയ്ബറിൻ്റെ മൈൻഡ് ഫ്ലഡായി സ്ട്രിക്റ്റ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്തു. അതാണ് റിലയൻസ് വേഴ്സസ് ഫ്ലെച്ചർ കേസിൽ പറയണത്. ഇനി നമുക്ക് എക്സ്ട്രാ 2 കേസസും കൂടെ നോക്കാം. അതിൽ ഒരെണ്ണം MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1987 ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. നമുക്ക് നമ്മുടെ ടോട്ട് ലോയിൽ മാത്രമല്ല നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ലോ സബ്ജക്ട്സിൽ നമുക്ക് ഈ കേസ് യൂസ്ഫുൾ ആയിരിക്കും. MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കേസ് ലോ ആയതുകൊണ്ട് ഗ്രാജുവലി നമുക്കിതിൻ്റെ ഫാക്ട്സും ഇഷ്യൂസും എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കിപ്പോൾ ബ്രീഫായിട്ടൊന്ന് പറയാം. MC മെഹ്ത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1987. ഇതിൻ്റെ ഫാക്ട്സ് എന്ന് പറയുന്നത് ഒളിയം ഗ്യാസ് ലീക്ക് ഇൻ ഡൽഹി. അതായത് ഒളിയം ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാസ് ഡൽഹിയിലെ ഒരു ഫാക്ടറിയിൽ ലീക്ക് ആവാണ്. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഡിക്ലെയർഡ് ആബ്സല്യൂട്ട് ലയബിലിറ്റി. അതായത് ഹസാർഡസ് ഇൻഡസ്ട്രീസ് റെസ്പോൺസിബിൾ ഓൾവേസ്. അതായത് ഹസാർഡസ് ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡസ്ട്രീസ് അതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതായത് അതുപോലെ ഉണ്ടാവണ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ആ ഇൻഡസ്ട്രീസ് വേണം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സുപ്രീം കോർട്ട് ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ലയബിലിറ്റിയാണ്. നേരത്തെ നമ്മൾ കണ്ടത് സ്ട്രിക്റ്റ് ലയബിലിറ്റിയാണ്, പക്ഷേ ഇതിൽ ആബ്സല്യൂട്ട് കംപ്ലീറ്റ് ലയബിലിറ്റിയാണ്. ഹസാർഡസ് ഇൻഡസ്ട്രീസ് റെസ്പോൺസിബിൾ ആണെന്നുള്ളത് ആ ഒരു ഡിസിഷനാണ് സുപ്രീം കോർട്ട് ഡിസൈഡ് ചെയ്തത്. നമ്മുടെ നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കേസ് ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ 1985. ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു MLAനെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്തു. അസംബ്ലി അറ്റൈൻ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ MLAക്ക് പറ്റിയില്ല. MLAനെ ഇല്ലീഗലായിട്ട് ഡീറ്റെയിൻ ചെയ്തു എന്ന് വെച്ചാൽ തടഞ്ഞു വെച്ചു, പിടിച്ചു വെച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ MLAനെ ഡീറ്റെയിൻ ചെയ്തിട്ട് അസംബ്ലി അറ്റൻഡ് ചെയ്യാനായിട്ട് MLAക്ക് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടത്. അതായത് നമ്മുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, നമുക്ക് നടക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് കോമ്പൻസേഷൻ അതുകൊണ്ട് തന്നെ അവോയ്ഡായി. ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീരിൽ MLAനെ ഇല്ലീഗലി ഡീറ്റെയിൻ ചെയ്തു, അതുകൊണ്ട് തന്നെ അസംബ്ലി അറ്റൻഡ് ചെയ്യാനായിട്ട് MLAക്ക് പറ്റിയില്ല. സോ അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. സോ കോമ്പൻസേഷൻ അവാർഡ്. അപ്പോൾ നമ്മൾ നോക്കിയ എല്ലാ കേസസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസാണ്. അപ്പോൾ ഈ കേസസ് ഇന്ത്യൻ ലോയിലും വേൾഡ് ലോയിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ലോ എടുത്ത് നോക്കുകയാണെങ്കിലും വേൾഡ് ലോ, ഇൻ്റർനാഷണൽ ലോ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഈ കേസസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കേസസ് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. എക്സാമ്പിൾസും ഫാക്ട്സും പ്രിൻസിപ്പിൾസും വെച്ച് ഈ കേസസ് എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവണം. ഇപ്പോൾ ഇത് എക്സാം ഓറിയൻറ്റഡും അതുപോലെ തന്നെ പ്രാക്ടിക്കലും ആയിട്ടുള്ള കേസസാണ്, ഇമ്പോർട്ടൻറ്റ് കേസസാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ റെമഡീസ് ഇൻ ടോട്ട് ലോ ആണ്. അതായത് ടോട്ട് ലോയിലെ റെമഡീസ് എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യണത് ഒരു ടോട്ട് ലോയിൽ കൂടെ ഇൻഡിവിജ്വലിന് ലഭിക്കണം, അതായത് ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ലീഗൽ റെമഡിയാണ്. നമ്മൾ നേരത്തെ കണ്ടു ടോട്ടിലെ ലീഗൽ റെമഡീസ്. നമ്മൾ ഒരാൾക്ക് ടോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഗൽ റെമഡീസ് വഴിയാണ് കോർട്ട് അയാൾക്ക് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിനുള്ള ലീഗൽ സപ്പോർട്ടാണ്, ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന ഒരു ലീഗൽ സപ്പോർട്ടിനെയാണ് റെമഡീസ് എന്നുകൊണ്ട് മീൻ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇഫ് സമ്മൺ കമ്മിറ്റ്സ് എ സിവിൽ റോങ്, ഒരാളൊരു സിവിൽ റോങ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കെതിരെ, അതായത് മറ്റൊരാൾ നമുക്കെതിരെ ഒരു സിവിൽ റോങ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കോർട്ട് വിൽ പ്രൊവൈഡ് സർട്ടൻ റെമഡീസ്. കോർട്ട് അതിനൊരു സർട്ടൻ റെമഡീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ടു റീസ്റ്റോർ യുവർ പൊസിഷൻ ഓർ കോമ്പൻസേറ്റ് ടു, നമ്മുടെ പൊസിഷൻ റീസ്റ്റോർ ചെയ്യാനോ നമുക്ക് കോമ്പൻസേഷൻ കിട്ടാനോ വേണ്ടിയിട്ട് കോർട്ട് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും? സർട്ടൻ റെമഡീസ് പ്രൊവൈഡ് ചെയ്യും. അതാണ്
റെമഡീസ് ഇൻ ടോട്ട് ലോ കൊണ്ട് മീൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡാമേജസ് ആണ്. ഡാമേജസ് മീൻസ് നഷ്ടപരിഹാരം, അതായത് നമുക്ക് കോമ്പൻസേഷനൊക്കെ കിട്ടും. ഡാമേജസ് ഇസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് പ്രൈമർലി റെമഡി ഇൻ ടോട്ട്, അതായത് ഏറ്റവും സാധാരണയും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള റെമഡിയുമാണ്. ടോട്ടിലെ ബേസിക് ആയിട്ടുള്ള റെമഡിയാണ് ഡാമേജസ്. ഒരു ടോട്ട് ചെയ്യണ ആളിൽ നിന്ന് കോർട്ട് വഴി നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷനാണ്. കോർട്ട് വഴി എത്ര കോമ്പൻസേഷൻ നമുക്ക് കിട്ടും, അതായത് ഒരു ടോട്ട് ചെയ്യണ ആൾ, അതായത് ടോട്ട് ചെയ്യണ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറ്റക്കാരൻ, ആൾ വഴി നമുക്ക്, അതായത് നമ്മൾ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൾ വഴി നമ്മൾ എന്തെങ്കിലും ടോട്ട് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടണ നമുക്ക് എത്ര കോമ്പൻസേഷൻ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് എത്ര നഷ്ടം വന്നോ അതിന് തുല്യമായിട്ട്, അതിന് ബാലൻസ് ആയിട്ടാണ് കോർട്ട് നമുക്ക് കോർട്ട് അവാർഡ് ചെയ്യേണ്ടത്. ആ ഡാമേജസ് ആണ്. നമുക്ക് എത്ര നഷ്ടം വന്നോ അതിന് തുല്യമായിട്ട് കോർട്ട് അവാർഡ് ചെയ്യണത് അതിൻ്റെ ഡാമേജസ് ആണ്. ഇനി നമുക്ക് ഡാമേജസ് മീൻസ് നഷ്ടപരിഹാരം, അതാണ്. അപ്പോൾ നമുക്ക് എത്ര നഷ്ടം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡാമേജസ് നമുക്ക് കോർട്ട് അവാർഡ് ചെയ്യും, അത്രയും നഷ്ടപരിഹാരം നമുക്ക് കോർട്ട് അവാർഡ് ചെയ്യും. അതാണ് ഡാമേജസിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള മീനിങ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഡാമേജസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ടൈപ്സ് ഓഫ് ഡാമേജസ് നോക്കാം. ഫസ്റ്റത്തെയാണ് കോമ്പൻസേറ്ററി ഡാമേജസ്. അതായത് ഇപ്പോൾ നമുക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർട്ട് ആ നഷ്ടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ടോട്ട് ഫീസർ എന്ന് പറയുകയാണെങ്കിൽ ടോട്ട് കമ്മിറ്റ് ചെയ്യണ ആൾ, സഫർ ചെയ്ത ആളല്ല, ടോട്ട് കമ്മിറ്റ് ചെയ്യണ ആളാണ് ടോട്ട് ഫീസർ എന്ന് പറയുകയാണ്. അപ്പോൾ ടോട്ട് ഫീസറിന് നഷ്ടം തിരിച്ചടയ്ക്കാനായിട്ട് കോർട്ട് കൊടുക്കുന്ന ആക്ച്വൽ കോമ്പൻസേഷൻ, അതായത് ഇത്ര പൈസ തിരിച്ചടയ്ക്കണം എന്ന് കോർട്ട് പറയണതാണ് ആ ഒരു കോമ്പൻസേഷനാണ് ആക്ച്വൽ കോമ്പൻസേഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരാൾ കാർ ആക്സിഡൻറ്റിൽ കാറിൻ്റെ റിപ്പയർ എക്സ്പെൻസ് കോമ്പൻസേറ്റ് ചെയ്യണം. കാറിൻ്റെ റിപ്പയർ എക്സ്പെൻസ് കോമ്പൻസേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ കോമ്പൻസേറ്റ്, അതായത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് അടയ്ക്കണം, അതായത് നഷ്ടം തിരിച്ചടയ്ക്കുകയാണ്. നമുക്കുണ്ടായ നഷ്ടം തിരിച്ചടയ്ക്കുമ്പോൾ അത് കോമ്പൻസേറ്ററി ഡാമേജസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡാമേജസിൽ നോമിനൽ ഡാമേജസ് എന്നാണ് പറയുക. ഫസ്റ്റ് നമ്മൾ കോമ്പൻസേറ്ററി ഡാമേജ് കണ്ടു, നമ്മൾ കാണാൻ പോകുന്നത് നോമിനൽ ഡാമേജസ്. അതായത് ഒരു ടോർട്ട് നടന്നു എന്നുള്ളത് പ്രൂവ് ചെയ്തില്ലെങ്കിലും ആക്ച്വൽ ആയിട്ടുള്ള ഡാമേജ് നമുക്കില്ലെങ്കിൽ കോർട്ട് എന്താണ്, കുറച്ച് എമൗണ്ട് മാത്രമായിരിക്കും കോമ്പൻസേറ്റ് ചെയ്ത് തരാനായിട്ട് പറയാം. അപ്പോൾ ടോട്ട് എന്താണ്, ടോട്ട് നടന്നത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ, ആക്ച്വൽ ഡാമേജ് ഇല്ലെങ്കിൽ, അതായത് ശരിയായിട്ടുള്ള ഡാമേജ് ഇല്ലെങ്കിൽ കോർട്ട് വളരെ കുറച്ച് എമൗണ്ട് മാത്രമായിരിക്കും തരിക. അതായത് ട്രെസ്പാസ് വിത്തൗട്ട് കോസിങ് ഡാമേജ്, അതായത് ട്രെസ്പാസ് ചെയ്തു പക്ഷെ നമുക്ക് ഡാമേജസ് ഒന്നും ഉണ്ടായില്ല, അപ്പോൾ എന്താണ്, അവിടെ ആക്ച്വൽ ഡാമേജ് സംഭവിച്ചിട്ടില്ല, അപ്പോൾ എന്താണ്, കുറച്ച് എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് നോമിനൽ ഡാമേജസ് കൊണ്ട് മീൻ ചെയ്യണത്. ഇനി തേർഡ് പോയിൻ്റ് എന്താണ്, തേർഡ് ടൈപ്പ് ഓഫ് ഡാമേജ് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഡാമേജസ്. അതാണ് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഡാമേജസ്. അപ്പോൾ ഒരു ടോട്ട് ഫീസറിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കോർട്ട് ഡെലിബറേറ്റ്ലി വലിയ എമൗണ്ട് അസൈൻ ചെയ്യും. അതായത് എന്താണ്, ഇത് നമ്മുടെ യൂഷ്വൽ ടോട്ട് പോലെയല്ല, കുറച്ച് സിവിയർ ആയിട്ടുള്ള ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഡാമേജസ്, അതായത് ടോട്ട് കമ്മിറ്റ് ചെയ്ത ആളെ, അതായത് ടോട്ട് ഫീസറിനെ ശിക്ഷിക്കാനായിട്ട് പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് ഡെലിബറേറ്റ്ലി, അതായത് ഇൻറ്റൻഷനലി വലിയ എമൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് അതൊക്കെയാണ് ആ ടോട്ട്സ് ഏതൊക്കെ ടൈപ്പാണെന്ന് വെച്ചാൽ ഫ്രോഡ്, സെക്ഷൽ അസോൾട്ട് എക്സെട്ര. അതൊക്കെയാണ് അങ്ങനത്തെ ഈ എക്സംപ്ലറി അല്ലെങ്കിൽ പ്യൂണിറ്റീവ് ഡാമേജസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ടോട്ട്സ് ഇതൊക്കെയാണ്. ഇതാണ് ഫ്രോഡ് ഓർ സെക്ഷൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട്. അപ്പോൾ നമ്മൾ ഡാമേജസിൽ 3 ടൈപ്സ് ഓഫ് ഡാമേജസ് പഠിച്ചു. ഏതൊക്കെയാണ്? കോമ്പൻസേറ്ററി ഡാമേജസ്, നോമിനൽ ഡാമേജസ്, എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഡാമേജസ്. കോമ്പൻസേറ്ററി എന്താണ്? നമുക്കുണ്ടാകുന്ന നഷ്ടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് കോർട്ട് കൊടുക്കണം, അതായത് ആക്ച്വൽ കോമ്പൻസേഷനാണ്. അതായത് എത്ര നഷ്ടമാണ് നമുക്കുണ്ടായത് അത്രയും എമൗണ്ട് തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയണതാണ് കോമ്പൻസേറ്ററി ഡാമേജസ്. നോമിനൽ ഡാമേജസ് എന്താണ്? ഇപ്പോൾ ഈവൻ ടോട്ട് നമ്മൾ പ്രൂവ് ചെയ്താൽ കൂടെ ആക്ച്വൽ ആയിട്ടുള്ള ഡാമേജസ് നമുക്കില്ലെങ്കിൽ കുറച്ച് എമൗണ്ട് മാത്രമായിരിക്കും കോർട്ട് കൊടുക്കുക. അതാണ് നോമിനൽ ഡാമേജസ്. അതുപോലെ തന്നെ എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഡാമേജസ് എന്താണ്? ഒരു ടോട്ട് ഫീസറിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കോർട്ട് ഡെലിബറേറ്റ്ലി ഹ്യൂജ് എമൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കും, അതായത് ഫ്രോഡ് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെമഡി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് റെമഡിയാണ് ഇൻജങ്ഷൻ. അതായത് ഇപ്പോൾ നമ്മളെന്താ ഡാമേജസ് ആണ് കണ്ടത്. ഇത് നമ്മുടെ നെക്സ്റ്റ് ലീഗൽ റെമഡിയാണ് ഇൻജങ്ഷൻ. അതായത് നിയമപരമായിട്ടുള്ളൊരു ഉത്തരവ്, നിയമാനുസൃതമായ ഉത്തരവ് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഇനി ഇൻജങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കോർട്ട്
ഒരു പേഴ്സണ് ഒരു ആക്ടിവിറ്റി ചെയ്യരുതെന്നും അതേപോലെ തന്നെ ചെയ്യണം എന്നും പറയുന്ന ഒരു ലീഗൽ ഓർഡറാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് അത് നമുക്ക് എക്സാമ്പിൾസ് വരുമ്പോൾ മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്താ പറയുക, ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു ആക്ടിവിറ്റി ചെയ്യരുതെന്നും അതേപോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ലീഗൽ ഓർഡറാണ്. അതായത് കോർട്ട് ഓർഡറിനെയാണ് ഇൻജങ്ഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യണത്. എന്താണ് ഇൻജങ്ഷൻസ് പ്രിവെൻറ്റ് കണ്ടിന്യൂയിങ് ഓർ ഫ്യൂച്ചർ ഹാം. അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹാമിനെയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഹാമിനെയോ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇൻജങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡാമേജസ് കണ്ട പോലെ ഇൻജങ്ഷൻസും പല ടൈപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻജങ്ഷൻസ് നോക്കാം. അതിലെന്താണ് ടെമ്പററി അല്ലെങ്കിൽ ഇൻറ്ററിം ഇൻജങ്ഷൻ. അതായത് ടെമ്പററി അല്ലെങ്കിൽ ഇൻറ്ററിം ഇൻജങ്ഷൻ ഇപ്പോൾ ഒരു കേസ് തീരണത് വരെ ഒരു കേസ് തീരണത് വരെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലീഗൽ ഓർഡർ അല്ലെങ്കിൽ ഒരു കോർട്ട് ഓർഡർ കിട്ടും. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഇല്ലീഗലി ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. ഒരു ബിൽഡിങ് ഇല്ലീഗലായിട്ട് ഒരു പേഴ്സൺ കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് കോർട്ട് അതിന് എന്താ പറയുക സ്റ്റേ ഓർഡർ ഒക്കെ കൊടുക്കില്ലേ. അതായത് താൽക്കാലികമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നിർത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേ ഓർഡർ കൊടുക്കുന്നതിനെയാണ് എന്താ പറയുക ടെമ്പററി ഓർ ഇൻറ്ററിം ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഒരു കേസ് തീരണത് വരെ ആ പ്രോപ്പർട്ടിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല, ട്രെസ്പാസോ കടന്നുകയറ്റോ ഒന്നും പാടില്ല എന്ന് ഉള്ള കോർട്ട് ഓർഡറിനെയാണ് ടെമ്പററി അല്ലെങ്കിൽ ഇൻറ്ററിം ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻജങ്ഷൻ നോക്കാം, പെർമനൻറ്റ് ഇൻജങ്ഷൻ. അതായത് നേരത്തെ നമ്മൾ ടെമ്പററി അല്ലെങ്കിൽ ഇൻറ്ററിം ഇൻജങ്ഷനാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ പെർമനൻറ്റ് ഇൻജങ്ഷനാണ് കാണുന്നത്. അതായത് ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് കോർട്ട് ഒരു ഡിസിഷനിലെത്തും. അതായത് കംപ്ലീറ്റ് ജഡ്ജ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ കോർട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലെത്തും. അതായത് അങ്ങനെ ചെയ്യണ ഇൻജങ്ഷനാണ് പെർമനൻറ്റ് ഇൻജങ്ഷൻ. അതായത് ഒരു ഫാക്ടറി പെർമനൻ്റ്ലി ബാർ ചെയ്യാണ്. അതായത് റിവർ പൊല്യൂട്ട് ചെയ്യുക എന്നുള്ള റീസൺ കൊണ്ട് ഒരു ഫാക്ടറി കംപ്ലീറ്റ്ലി പ്രവർത്തനം നിർത്തിവെക്കണം, പിന്നീട് തുടങ്ങാമെന്നൊന്നുമല്ല, കംപ്ലീറ്റ്ലി അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ള കോർട്ട് ഓർഡറിനെയാണ് പെർമനൻറ്റ് ഇൻജങ്ഷൻ. അതാണ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ കൊടുക്കണ കോർട്ട് ഓർഡറിനെയാണ് പെർമനൻറ്റ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻജങ്ഷൻ ഈസ് എ പ്രിവെൻറ്റീവ് റെമഡി. ഒരു പ്രിവെൻറ്റീവ് ആയിട്ട് തടയാനുള്ളൊരു റെമഡിയാണ്. അല്ലാതെ കോമ്പൻസേഷൻ കിട്ടാനുള്ളതല്ല. പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു ലീഗൽ റെമഡിയാണ് ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. വെറസ് ഡാമേജസ് ഈസ് എ കോമ്പൻസേറ്ററി റെമഡി. അതായത് അവിടെ എന്താണ് ഡാമേജസ് ആണ് കോമ്പൻസേറ്ററി റെമഡി ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡാമേജസ് കണ്ടു, ഇൻജങ്ഷൻസ് കണ്ടു. ഇനി നമുക്ക് മൂന്നാമത്തെ നമ്മുടെ റെമഡിയിലേക്ക് പോവാം. റെസ്റ്റിറ്റ്യൂഷനാണ് മൂന്നാമത്തെ നമ്മുടെ റെമഡി. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യുക, നമുക്കുണ്ടായ നഷ്ടം തിരിച്ചെടുക്കുക, അതായത് തിരിച്ച് കിട്ടുക. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു ടോട്ട് ചെയ്യപ്പെട്ടവൻ്റെ, അതായത് ആർക്കാണോ ടോട്ട് സഫർ ചെയ്യേണ്ടി വന്നത്, ടോട്ട് മൂലം ഒരു ലോസ് സഫർ ചെയ്യേണ്ടി വന്നത്, ടോട്ട് ചെയ്യപ്പെട്ട ആളുടെ പ്രോപ്പർട്ടി ടോട്ട് ഫീസറിന്, അതായത് നമ്മുടെ കുറ്റക്കാരിൽ നിന്ന് തിരികെ കിട്ടാനുള്ള റെമഡിയാണ് റെസ്റ്റിറ്റ്യൂഷൻ. എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ട് ചെയ്യപ്പെട്ടവൻ്റെ, അതായത് ടോട്ട് സഫർ ചെയ്ത ആളുടെ പ്രോപ്പർട്ടി ടോട്ട് ഫീസറിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള റെമഡിയാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിലെന്താണ് കോർട്ടിൽ കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പ്രോപ്പർട്ടി അതിൻ്റെ അതേ വാല്യൂവിൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ് കോർട്ടിൽ ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ, ഈ ടോട്ട് കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്രോപ്പർട്ടി അതേ വാല്യൂവിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു തെഫ്റ്റ് കേസിൽ ഒരു വാല്യബിൾ ഐറ്റം, അതായത് ഒരു കള്ളൻ ഒരു സാധനം മോഷ്ടിച്ചു, അതിൽ ഐറ്റം ടോട്ട് ഫീസർ കയ്യിൽ തന്നെ വെച്ചാൽ കോർട്ടിന് എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ വഴി അത് തിരികെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗോൾഡൊക്കെ തെഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിന് അതേ സ്വർണ്ണം തന്നെയല്ലേ കിട്ടുക, അല്ലാണ്ട് അതിൻ്റെ അളവ് കുറയോ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഒരു തെഫ്റ്റ് കേസിൽ നിന്നുള്ള ഒരു വാല്യബിൾ ഐറ്റം ആ ടോട്ട് ഫീസർ ആളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കോർട്ട് റെസ്റ്റിറ്റ്യൂഷൻ വഴി നമുക്കത് തിരികെ കിട്ടും, അങ്ങനെയാണ് നൽകും. അതാണ് നമ്മുടെ റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് മീൻ ചെയ്യണത്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോൺ ഒരു കള്ളൻ എടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ റെസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. റെസ്റ്റിറ്റ്യൂഷൻ എന്താണ്? റെസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു റീസ്റ്റോർ ദ വിക്ടിം ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതായത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനായിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂവിൽ തന്നെ ആ തിങ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി, ആ സാധനം തിരിച്ചു കിട്ടുന്നതിനാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആസ് ഇഫ് ദ ടോട്ട് നെവർ ഹാപ്പൻ. അവിടെ ലീഗൽ ഡാമേജോ ലീഗൽ റൈറ്റോ ഒന്നും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെ, ടോട്ട് തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടെ, റെസ്റ്റിറ്റ്യൂഷനിൽ കൂടെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അതേ വാല്യൂവിൽ
അതേ ഒറിജിനൽ പൊസിഷനിൽ തിരിച്ചു കിട്ടാനുള്ള ഒരു ലീഗൽ റെമഡിയാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ 3 ടൈപ്സ് ഓഫ് ലീഗൽ റെമഡി, അതായത് നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ടോട്ടൽ റെമഡീസ് കണ്ടു. എന്തൊക്കെയാണ്? ഡാമേജസ്, ഇൻജങ്ഷൻ, റെസ്റ്റിറ്റ്യൂഷൻ. ഡാമേജസ് എന്താണ്? കോമ്പൻസേഷൻ. ആക്ച്വൽ ലോസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടണതാണ് ഡാമേജസ്. അതായത് അപ്പോൾ നമുക്ക് ഡിഫൻഡൻറ്റിനെ പണിഷ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ എന്താണ്? നമ്മുടെ റൈറ്റ് വയലേറ്റ് ആയി, പക്ഷേ എന്താണ്? ബിഗ് ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻജങ്ഷന് എന്താണ്? ഇൻജങ്ഷന് കോർട്ട് ഓർഡർ സ്റ്റോപ്പ് someone ഫ്രം ഡൂയിങ് എൻ ആക്ട്. അതായത് ഒരാൾ ഒരു ആക്ടിവിറ്റി ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കോർട്ട് ഓർഡർ ചെയ്യണതാണ് ഇൻജങ്ഷൻ. അപ്പോൾ എന്താണ്? എക്സാമ്പിൾ എന്താണ്? ഫാക്ടറി ഹാംഫുൾ കെമിക്കൽസ് റിലീസ് ചെയ്യുകയാണെങ്കിൽ കോർട്ട് ഇൻജങ്ഷൻ കൊടുക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒരു ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കോർട്ട് ഓർഡർ കൊടുക്കാം. എന്താണ്? അത് സ്റ്റോപ്പ് ചെയ്യണം, നിർത്തി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതാണ് ഇൻജങ്ഷൻ. റെസ്റ്റിറ്റ്യൂഷൻ എന്താണ്? തിരിച്ചു കൊടുക്കുക, റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ദ ഇൻജേർഡ് പാർട്ടി ടു ദിറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതായത് അതിൻ്റെ ഒറിജിനൽ വാല്യൂം ഒറിജിനൽ പൊസിഷനും നഷ്ടപ്പെടാണ്ട് ആ പാർട്ടിക്ക്, അതായത് ഇൻജേർഡ് പാർട്ടിക്ക് അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കലാണ് റെസ്റ്റിറ്റ്യൂഷൻ. എക്സാമ്പിൾ എന്താണ്? ഒരാളൊരു കാറ് ഇല്ലീഗലായിട്ട് എടുത്തു കഴിഞ്ഞാൽ കോർട്ട് ഓർഡർ ചെയ്യും, എന്താണ്? കാറ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അത് മൂന്നും. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ എന്താ പറയുക റെമഡീസ് ഇൻ ടോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി എന്താ പറയുക ടോട്ടിൻ്റെ റെമഡീസ് കിട്ടണത് എന്തിനാണ്? ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിമിനൽ പണിഷ്മെൻറ്റിനല്ല, ഒരു സിവിൽ റിലീഫാണിത്. ഇതിൽ ക്രിമിനൽ പണിഷ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. എന്താണ്? ടോട്ട് റെമഡീസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, സിവിൽ റിലീഫാണ്. ഇത് സൊസൈറ്റിയിലെ ഓർഡർ ആക്കാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. സോ നമ്മുടെ ബേസിക്സ് ഓഫ് ടോട്ട് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ, നെക്സ്റ്റ് പാർട്ടിൽ എന്താ ഡീറ്റെയിൽ വേർഷൻ ഓഫ് ടോട്ട് ആയിരിക്കും പഠിക്കാം. ഈ സെഷനിൽ നമ്മൾ 2 പാർട്ടായിട്ടിട്ടതിൽ ടോട്ടിൻ്റെ കംപ്ലീറ്റ് ബേസിക്സും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഹോപ്പ് ഇറ്റ്സ് യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ. ബൈ ഫ്രം ദിസ് വീഡിയോ. ബൈ ഫ്രം മാഗ്ന ജുറിസ്.